പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഒരു PPRC പൈപ്പ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പ്ലംബിങ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങളൊരു തുടക്കക്കാരനായ ഒരു പ്ലംബറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. കാരണം PPRC പൈപ്പിൻ്റെ പ്ലംബിങ് PVC പ്ലംബിങ് ചെയ്യുന്നത് പോലെ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുന്നതിലൂടെ നിങ്ങളൊരു തുടക്കക്കാരനായ പ്ലംബറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു PPRCയുടെ പ്ലംബിങ് സിസ്റ്റം ചെയ്തെടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, PVC പ്ലംബിങ് ചെയ്ത് പക്കായിട്ട് ചെയ്യാൻ അറിയുന്ന ആളുകൾ മാത്രം ഈ ഒരു PPRC പ്ലംബിങ്ങിൻ്റെ സിസ്റ്റത്തിലേക്ക് കടക്കുക. കാരണം അങ്ങനെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ PVC പ്ലംബിങ്ങിൻ്റെ അല്ലെങ്കിൽ PVCയുടെ മെറ്റീരിയൽസിൻ്റെ പോലെയല്ല PPRCയുടെ പ്ലംബിങ് സിസ്റ്റത്തിൻ്റെ മെറ്റീരിയൽ, പൈപ്പ് ആയാലും അതുപോലെ തന്നെ ഫിറ്റിങ്സ് ആയാലൊക്കെ അതിനെക്കാട്ട് ഒരുപാട് കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ചെറിയ ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കോസ്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. കാരണം അതിനൊക്കെ പൈപ്പിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഫിറ്റിങ്സും പൈപ്പൊക്കെ വേസ്റ്റായി പോകുമ്പോൾ അതുകൊണ്ട് തന്നെ PVC പ്ലംബിങ് നിങ്ങൾക്ക് പക്കായിട്ട് ചെയ്യാൻ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. കാരണം അത്രയും പക്കായിട്ട് നമ്മൾ ഒരു ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് തുടക്കക്കാരായ പ്ലംബർമാർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള സിസ്റ്റത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കാണുക. നിങ്ങളുടെ പ്ലംബറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്ലംബർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ റിലേഷനിൽ ആരെങ്കിലൊക്കെ ഈ ഒരു പ്ലംബിങ്ങിൻ്റെ ഫീൽഡിലുള്ള ആളുകളുണ്ട്, അവർക്ക് നിങ്ങളൊരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. കാരണം അവർക്കിത് എന്തായാലും ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ബാത്റൂമിനുള്ളിലാണ് PPR പ്ലംബിങ് ചെയ്യാനായിട്ട് പോകുന്നത്. കട്ടിങ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഷവർ അതുപോലെ തന്നെ ടാപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മെഷർമെൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. പൈപ്പിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഡ്രോയിങ് റെഡിയാക്കി വെക്കണം. നമ്മളിത് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അളവെടുക്കുക എന്നുള്ളത് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ അളവെടുത്ത ഒരു ഡ്രോയിങ് ആണ് ഇത് കാണിച്ചിരുന്നത്. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു ഡ്രോയിങ് വരയ്ക്കുക. ഡ്രോയിങ് വരച്ചിട്ട് അതിലുള്ള മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ അതിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് കട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മാറ്റങ്ങളൊന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് പൈപ്പ് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലൊരു ഡ്രോയിങ് വരയ്ക്കുക. നമ്മളിപ്പോൾ ഈ ഡ്രോയിങ്ങും അതുപോലെ തന്നെ ഈ ഒരു കട്ട് ചെയ്ത ഭാഗങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് വരേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ വരച്ച് വെച്ച് കഴിഞ്ഞാൽ മെഷർമെൻറ്റൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് പൈപ്പ് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡ്രോയിങ് നിങ്ങൾ കയ്യിൽ വെക്കുക. കാരണം ഇത് നിർബന്ധമാണ്. ഇതൊരു സാമ്പിളായിട്ട് അങ്ങനെ വരച്ചാൽ മതി. കാരണം വലിയൊരു ഇതാക്കി ചെയ്യണമെന്നൊന്നുമില്ല. ഇതുപോലത്തെ ഒരു ഡ്രോയിങ് നമ്മൾ ചെയ്തെടുത്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് പ്ലംബിങ് ചെയ്യുന്നതിന് ഇത് ഉപകാരപ്പെടും. PPR പ്ലംബിങ്ങിന് നമുക്ക് എന്തൊക്കെ ടൂൾസുകൾ ആവശ്യമുണ്ട് നോക്കാം. അതൊരു മെഷർമെൻറ്റ് ടാപ്പ് വേണം. അതുപോലെ തന്നെ ഒരു CD മാർക്കർ, പൈപ്പ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു പൈപ്പ് കട്ടർ വേണം. അതുപോലെ സ്പിരിറ്റ് ലെവൽ നമ്മുടെ കയ്യിൽ വേണം. പിന്നെ നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ട ഒരു PPRC വെൽഡിങ് മെഷീൻ വേണം. അതുപോലെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ജോഡി ഗ്ലൗസും നിർബന്ധമായിട്ട് വേണം. അപ്പോൾ ഇത്രയും ടൂൾസുകളാണ് നമുക്ക് PPR പ്ലംബിങ് ചെയ്യുന്നതിന് അത്യാവശ്യമായിട്ടുള്ള ടൂൾസുകൾ. അപ്പോൾ ഈ ഇത്രയും ടൂൾസുകൾ നമ്മൾ എന്തായാലും കയ്യിൽ കരുതുക. PPR അളവെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു വെച്ചിട്ടുള്ള ഈ ഒരു രൂപത്തിലാണ് നമുക്ക് പ്ലംബിങ് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ ഇത് അളവെടുക്കുന്നതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ഫിറ്റിങ്സും അതുപോലെ തന്നെ ഈ ഒരു എൽബോയും ഈ ഒരു ടീയും തമ്മിലുള്ള മെഷർമെൻറ്റ് എടുക്കാൻ നമ്മൾ ടാപ്പ് വെച്ച് നോക്കുക. ടാപ്പ് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ 8 സെൻറ്റിയിലാണ് നമുക്ക് ഈ ഒരു അളവ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിത് 8 സെൻറ്റി ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യരുത്. ഇത് ഈ ഭാഗത്തേക്ക് ഒരു 1.5 സെൻറ്റിയും അതുപോലെ തന്നെ ഈ ഒരു ടീയുടെ ഉള്ളിലേക്ക് 1.5 സെൻറ്റിയും ഉള്ളിലേക്ക് കയറാനുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറാനുള്ള ആ ഒരു അളവും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ആ അളവെടുക്കാൻ. അപ്പോൾ അതൊരു 11 സെൻറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അളവെടുക്കണം. അതുപോലെ തന്നെ ഇതെടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് 9 സെൻറ്റി വരുന്നുണ്ട്. ഈ 9 സെൻറ്റിയിലേക്ക് ഒരു 3 സെൻറ്റി കൂട്ടിയിട്ട് വേണം നമ്മൾ അളവെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഇത് കയറ്റി വെക്കാൻ പറ്റില്ല, അളവ് തെറ്റും. അപ്പോൾ ഫിറ്റിങ്സൊക്കെ നമുക്ക് വേസ്റ്റായി പോകും. അതുപോലെയാണ് എല്ലാ ഫിറ്റിങ്സുകളുടെ ഉള്ളിലേക്കും 1.5 സെൻറ്റി കയറുന്ന രൂപത്തിൽ നമ്മൾ അളവെടുക്കുന്നത്. 10 ആണെങ്കിൽ 13 എടുക്കുക, 3 സെൻറ്റി ആക്കി എടുക്കുക. ഇനി അതല്ല പുറത്തേക്ക് ഒരു ഫിറ്റിങ്സ് കയറാനുള്ളൂ എന്നുണ്ടെങ്കിൽ 1.5 സെൻറ്റി കൂട്ടിയിട്ട് എടുത്താലും മതി. അപ്പോൾ 2 ഫിറ്റിങ്സിനുള്ളിലേക്ക് കയറുന്ന ഭാഗങ്ങൾ 1.5 സെൻറ്റി വീതം ഓരോ ഭാഗത്തും കൂട്ടിയിട്ട് 3 സെൻറ്റി അധികമായിട്ട് നമ്മൾ അളവ് എഴുതണം. അത് ഏത് ഭാഗത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും
ഫിറ്റിങ്സിനുള്ളിലേക്ക് 1.5 സെൻറ്റി കയറി നിൽക്കുന്നുള്ളത് മറക്കാതിരിക്കുക. അത് മറന്നു കഴിഞ്ഞാൽ അളവ് തെറ്റും. PPR പൈപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കട്ടറാണിത്. അപ്പോൾ നമ്മൾ ഈ PVC കട്ട് ചെയ്യുന്നത് പോലെ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ PPR പൈപ്പ് കട്ട് ചെയ്യാതിരിക്കുക. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പൈപ്പ് കട്ടർ നിർബന്ധമായിട്ട് യൂസ് ചെയ്യാം. കാരണം നീറ്റായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പൈപ്പ് കട്ടർ ഉപയോഗിക്കണം. ഗ്രൈൻഡർ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ, നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം, എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് എങ്ങനെ ഒന്ന് കട്ട് ചെയ്യാൻ നോക്കാം. ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടോ? കട്ട് ചെയ്തപ്പോൾ നീറ്റായ രീതിയിൽ ഒന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നീറ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട്. നമുക്കത് ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം. അത്ര വൃത്തിയിൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല ഗ്രൈൻഡർ ഉപയോഗിച്ച് കട്ട് ചെയ്യാതിരിക്കുക. നമുക്ക് എങ്ങനെ കട്ട് ചെയ്താൽ എന്താ ബുദ്ധിമുട്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രൈൻഡർ ഉപയോഗിച്ച് കട്ട് ചെയ്തൊരു ഭാഗമാണിത്. ഗ്രൈൻഡർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കച്ചറകൾ വരും. അതുപോലെ തന്നെ പൈപ്പിനുള്ളിലൊക്കെ ഈ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ കുടുങ്ങും. അത് ഫിറ്റിങ്സിനുള്ളിൽ വന്ന് തടയാനൊക്കെ കാരണമാകും. അതുപോലെ തന്നെ കച്ചറൊക്കെ എന്തെങ്കിലും വന്ന് അടയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും കട്ട് ചെയ്യാതിരിക്കുക. നമ്മൾ പൈപ്പ് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക. പൈപ്പ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത ഭാഗങ്ങളിതാ, ഇത് പൈപ്പ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത ഭാഗമാണ്. ഇത് രണ്ടും കൂടി ഇതിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പൈപ്പ് കട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് നീറ്റായിട്ട് തന്നെ ഇത് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ അളവെടുക്കാനായിട്ട് പോവുകയാണ്. അളവെടുക്കുക നമ്മൾ 57 സെൻറ്റിയിലൊരു പീസ് നമ്മൾ മാർക്ക് ചെയ്യാണ്. ഇത് മാർക്കർ കൊണ്ട് തന്നെ മാർക്ക് ചെയ്യുക, കാരണം അത് മാറിപ്പോരുത്. കാരണം അത്രയും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എന്നിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ അളവ് എത്രയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു പൈപ്പിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇത് നമ്മൾ പൈപ്പ് ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് പൈപ്പ് മാറിപ്പോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യും, ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു ഇതിട്ടിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എല്ലാ പൈപ്പും ഇതുപോലെ അളവെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ആ അളവ് എത്രയാണെന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക. നമ്മൾ അളവെടുത്ത പൈപ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാത്റൂമിലൊക്കെ ആവശ്യമുള്ള പൈപ്പുകളാണ് ഇതൊക്കെ. ഇത് നമ്മൾ പുറത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചൂടാക്കിയിട്ട് ഒട്ടിക്കുന്ന ഇതാണ് ഈ കാണിക്കാനായിട്ട് പോകുന്നത്. എല്ലാ പൈപ്പിലും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പൈപ്പിലും നമ്മൾ എന്ത് ചെയ്യുക, മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കുന്ന സമയത്ത് പൈപ്പുകൾ അങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനൊക്കെ ഈ ഒരു മെഷർമെൻറ്റ് ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്പെടും. എല്ലാ പൈപ്പിലും നമ്മൾ മെഷർമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ഇത് ഒട്ടിക്കുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഡ്രോയിങ് ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വേണം, നമ്മുടെ മുമ്പിൽ ഡ്രോയിങ് വേണം. കാരണം ഇതിൽ നോക്കിയിട്ടാണ് നമ്മൾ അളവുകളൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് നമ്മുടെ കയ്യിൽ മുൻപിൽ ഉണ്ടായിരിക്കുന്നത് നോക്കിയിട്ടാണ് നമ്മൾ പൈപ്പുകൾ സെലക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫിറ്റിങ്സിൽ എടുക്കുന്നതും ഒട്ടിക്കുന്നതൊക്കെ. അപ്പം ഈ ഒരു ഡ്രോയിങ് നമ്മൾ നിർബന്ധമായിട്ടും കയ്യിൽ കരുതുക. ഇതാണ് PPRC ഒട്ടിക്കുന്ന പൈപ്പ് ഒട്ടിക്കുന്ന വെൽഡിങ് മെഷീൻ. ഇതാണ് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഒട്ടിക്കുക. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. നമുക്ക് എത്രയാണോ ഹീറ്റ് വേണ്ടത് അതിനനുസരിച്ച് നമുക്കിത് കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പൈപ്പ് ഏതാണോ സൈസ് അതിനനുസരിച്ചുള്ള ഡൈകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയിടാൻ പറ്റും. ഇത് ഫീമെയിൽ ഡൈയും അതുപോലെ തന്നെ ഇത് മെയിൽ ഡൈയും ആണ്. ഇത് ഒരു സെറ്റായിട്ടാണ് കിട്ടുക. സിംഗിളായിട്ട് കിട്ടുമോ എന്നറിയില്ല, കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ബട്ടണും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. വാട്ട്സൊക്കെ 2000 വാട്ട്സ് വരുന്നുണ്ട്. ഈ ഒരു വെൽഡിങ് മെഷീന് 2000 വാട്ട്സ് ലോഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ലോഡ് എടുക്കുന്ന ഒരു ഡിവൈസാണിത്. അപ്പോൾ ഇതില്ലാതെ നമുക്ക് എന്തായാലും ഒട്ടിക്കാൻ PPRC ഒട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഒട്ടിക്കൽ. അപ്പോൾ നമ്മൾ തിക്നെസ് കുറഞ്ഞ പൈപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂട് കുറച്ചിട്ട് ഒട്ടിക്കണം. അതുപോലെ തന്നെ തിക്നെസ് കൂടിയ പൈപ്പുകളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ചൂട് കൂട്ടിയിട്ട് ഒട്ടിക്കണം. 300 ഡിഗ്രി വരെ നമുക്ക് ഈ ഒരു മെഷീനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. 300 ഡിഗ്രി ചൂടിലാണ് ഇതിൻ്റെ ടോപ്പ് ചൂട് വരുന്നത്. അപ്പോൾ നമ്മളൊരു 250 300-നുള്ളിലായിട്ടുള്ള ചൂടിലാണ് നമ്മളിപ്പോൾ ഈ പൈപ്പുകളൊക്കെ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു മെഷീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ മെഷീൻ്റെ ബോക്സ് വരുന്നത് ഇത്തരത്തിലുള്ളൊരു ബോക്സിലാണ് മെഷീൻ വരിക. ഇതിൻ്റെ ഡൈകളാണ്, ഓരോ പൈപ്പിനും ഓരോ ഡൈ ആണ് വരുന്നത്. ഇത് 1/2 ഇഞ്ചിൻ്റെ ഡൈ ആണ്, അതുപോലെ തന്നെ ഇത് 3/4 ഇഞ്ചിൻ്റെ ഡൈ ആണ്. ഇത് 1 ഇഞ്ച് നമ്മളിപ്പോൾ പൈപ്പിൽ ഇട്ടിട്ടുണ്ട്, മെഷീനിൽ ഇട്ടിട്ടുണ്ട്. ഇത് 1.25 ഡൈ ആണ്. ഇത് 1.5 2 ഇഞ്ച് സൈസ് വരെയുള്ള ഡൈകൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. അതുപോലെ തന്നെ ഇത് ടൈറ്റ് ചെയ്യുന്ന ഒരു എല്ലങ്കി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ലെവൽ ഇതിൻ്റെ കൂടെ കിട്ടും. പിന്നെ ഒരു പൈപ്പ് കട്ടറും
ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള ബോക്സിലായിട്ടാണ് നമുക്ക് PPRCയുടെ വെൽഡിങ് മെഷീൻ നമുക്ക് ലഭിക്കുക. ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പൈപ്പ് ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഗ്ലൗസ് നിർബന്ധമായിട്ടും ഗ്ലൗസ് നമ്മൾ ഉപയോഗിക്കുക. ഗ്ലൗസ് ഉപയോഗിക്കാതെ ഒരിക്കലും നമ്മൾ ഒട്ടിക്കാൻ നിൽക്കരുത്. കാരണം ഇത് ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ സ്ലിപ്പാവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ 300 ഡിഗ്രിയോളം ചൂടിലാണ് ഈ സാധനം, ഈ ഒരു മെഷീൻ ചൂടായി നിൽക്കുന്നത്. കൈ തട്ടിക്കഴിഞ്ഞാൽ എന്തായാലും കൈ പൊള്ളുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത്രയ്ക്കും ചൂടിലാണ് ഈ ഒരു മെഷീന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലൗസ് നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കാം. നമുക്കിതിൻ്റെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. വെള്ളം തിളക്കണമെങ്കിൽ നിന്നിട്ട് അപ്പോൾ അത്രയും ചൂടിലാണ് നമ്മൾ ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഗ്ലൗ ഉപയോഗിക്കാതെ യാതൊരു കാരണവശാലും നമ്മൾ ഈ ഒരു മെഷീന് ഉപയോഗിക്കാൻ പാടില്ല. നല്ല ചൂടായിരിക്കും. അപ്പോൾ കൈ ശ്രദ്ധിക്കുക, സേഫ്റ്റിയാണ് പ്രധാനം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഗ്ലൗ ഉപയോഗിക്കാതെ ഒട്ടിക്കാൻ പാടില്ല. എന്തെങ്കിലും കാരണവശാൽ കൈ തട്ടിക്കഴിഞ്ഞാൽ കൈ തീർച്ചയായിട്ടും പൊള്ളും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് PPR പ്ലംബിങ് ചെയ്യുന്ന ആളുകൾക്ക് ഈ മെഷീൻ്റെ ഉള്ളിലേക്ക് എത്രത്തോളം ഈ പൈപ്പ് കയറിയിട്ടുണ്ട് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ ഈ 2 ഫിറ്റിങ്സ് നമ്മൾ പൊട്ടിക്കാനായിട്ട് പോകുന്നത്. പൊട്ടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫിറ്റിങ്സിന് നമ്മളൊരു 1.5 സെൻറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുക. അത് 1.5 സെൻറ്റി കണക്കാക്കിയിട്ട്, ഇപ്പോൾ ഇവിടെ ടാപ്പിൽ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ 1.5 സെൻറ്റി കണക്കാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാർക്കിങ് ഇടാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് 1.5 സെൻറ്റി കണക്കാക്കിയിട്ട് ഇവിടെ ഒരു മാർക്കിങ് ഇടാം. നമ്മൾ ഇത്രയും ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യുക, മെഷീൻ്റെ ഉള്ളിലേക്ക് കയറി പോകേണ്ടത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മൾ എത്രത്തോളം മെഷീൻ്റെ ഉള്ളിലേക്ക് പൈപ്പ് കയറിപ്പോയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി കയറാൻ ബാക്കിയുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മാർക്കിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഫിറ്റിങ്സ് എത്രത്തോളം കയറിയിട്ടുണ്ട്, പൈപ്പ് എത്രത്തോളം കയറിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തുടക്കക്കാരായ ആളുകൾ ഇതുപോലെ മാർക്ക് ചെയ്യലും നിർബന്ധമാണ്. കാരണം അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ എത്രത്തോളം ചിലപ്പോൾ കയറുന്നത് ഇത്ര ഭാഗം കയറിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പൈപ്പ് ഒട്ടിക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ മാർക്കിങ് ചെയ്തതിന് ശേഷം മാത്രം ഒട്ടിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒട്ടിക്കാനായിട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു മാർക്കിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ഇതിനുള്ളിലോട്ട് കയറുന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക. നമ്മൾ ഒട്ടിക്കാനായിട്ട് പോവാണ്. ഹീറ്റൊക്കെ നമ്മൾ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിങ്ങനെ കയറ്റി കൊടുക്കുക. അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇത് തിരിക്കരുത്, ഓവറായിട്ടൊന്നും തിരിക്കരുത്. ജസ്റ്റ് തള്ളിക്കൊടുത്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെയാണ് കയറി പോവും. കണ്ടോ, ഇപ്പോൾ പൈപ്പ് ആ മാർക്കിങ് കംപ്ലീറ്റ് ആയിട്ട് കയറി പോയിട്ടുണ്ട്. ഇനി നമ്മളിത് എടുക്കുക. കറക്റ്റ് ഈ ഒരു സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒട്ടിക്കുക. ഇതൊട്ടി ഇനി എന്തെങ്കിലും തിരിയാനോ ചെരിയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെവലുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ഒട്ടിക്കഴിഞ്ഞോ, ഇനി നമുക്കിത് എന്ത് ചെയ്താലും നമുക്കിത് ഇനി വേറെടുക്കാൻ കഴിയില്ല. കാരണം അത്രയും സെറ്റായിട്ടുണ്ട്, പ്രോപ്പറായ രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഇതിനുള്ളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അത്രയും നല്ല രീതിയിൽ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. ഒട്ടിക്കാൻ ഒരു 2 സെക്കൻഡേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. ഇത് ഊരിക്കഴിഞ്ഞാൽ 2-3 സെക്കൻഡ്, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടിക്കാൻ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിറ്റിങ്സും പൈപ്പും നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എല്ലാ ലെവലും നോക്കണം, പ്രോപ്പറായ രീതിയിൽ ഒട്ടിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ ഒട്ടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പൈപ്പിനുള്ളിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നമുക്ക് ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ വാളിൽ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോൾ ഈ പൈപ്പ് ചില പൈപ്പുകൾക്ക് നമുക്ക് 4 ലൈനൊക്കെ ഉണ്ടാവും. ഈ ഒരു പൈപ്പിന് 1 ലൈനേ വരുന്നുള്ളൂ. ഇതുപോലത്തെ മാർക്കിങ് 1 ലൈനേ വരുന്നുള്ളൂ. ചില പൈപ്പുകൾക്ക് 4 ലൈനൊക്കെ വരുന്ന പൈപ്പുകളുണ്ട്. നമുക്ക് ഈ ഒരു ആംഗിളിലാണ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ മാറിപ്പോകാതിരിക്കാൻ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് ഈ ഒരു വര വരയ്ക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു മാർക്കിങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാർക്കിങ് നോക്കിയിട്ട് ചെയ്താൽ മതി. തുടങ്ങുന്ന പ്ലംബിങ് തുടങ്ങുന്ന പുതിയ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ ഒരുപാട് ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. ആ സമയത്ത് നമ്മളിത് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഒട്ടി കഴിഞ്ഞാൽ പൈപ്പ് വേസ്റ്റായി, ഫിറ്റിങ്സ് വേസ്റ്റായി. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ മാർക്കിങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് മാറാതെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഒട്ടിക്കാൻ പറ്റും. അതുപോലെ മാർക്കറൊക്കെ കയ്യിൽ വെക്കുക, എങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അത്ര വേഗത്തിൽ തിടുക്കത്തിൽ നമ്മൾ ഒരിക്കലും PPR പ്ലംബിങ് ചെയ്യരുത്. കാരണം എന്തെങ്കിലും ഒരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ നമുക്കത് പൈപ്പ് വേസ്റ്റ് ആവും. അത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ മാർക്കിങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആംഗിൾ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് നമുക്കിതൊന്ന് ഒട്ടിച്ച് നോക്കാം. ചില കേസുകളിൽ നമുക്ക് ഈ ഒരു പൈപ്പും ഫിറ്റിങ്സ് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് പൈപ്പ് ആദ്യം ഈ ഡൈനുള്ളിലേക്ക് കയറിപ്പോവും. എന്നിട്ട് ഫിറ്റിങ്സ് നമുക്ക് ഒരു നല്ല ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ആദ്യം തന്നെ ഫിറ്റിങ്സ് കയറ്റാതെ, പൈപ്പ് കയറ്റാതെ ആദ്യം നമ്മൾ ഫിറ്റിങ്സ് ഒന്ന് കയറ്റി നോക്കുക. ഇതുപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നോക്കുക. അതായത്
നമ്മളിതിങ്ങനെ കയറ്റി കൊടുത്തിട്ട് ഏകദേശം ഒരു പകുതിയോളാണ്ട് ആയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ പീസ് കയറ്റി കൊടുക്കുക. അപ്പോൾ 2 പൈപ്പും ഒരുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, കയറിപ്പോവും. ഓക്കെ, പൈപ്പ് കയറുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഫിറ്റിങ്സും ഫുള്ള് ഹീറ്റാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൈപ്പിൻ്റെ എൻഡ് പോയിട്ട് ഈ ഡൈൻ്റെ ഉള്ളിൽ പോയി കുത്തി നിന്നിട്ട് ഈ ഒരു ഭാഗങ്ങൾ എന്ത് ചെയ്യും, നന്നായിട്ട് ബൾജായിട്ട് നമ്മൾ പൈപ്പ് കയറ്റുന്ന സമയത്ത് ഇതിനുള്ളിൽ ഈ പൈപ്പ് എന്ത് ചെയ്യും, ഉള്ളിലേക്ക് മടങ്ങി കൊടുക്കും. ചൂടായിട്ട് നല്ല ബൾജായി നിൽക്കായിരിക്കും. അപ്പോൾ കയറ്റുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ബെൻഡായിട്ട് ഇതിനുള്ളിലുള്ള ഡയമീറ്റർ കുറയാനുള്ള സാധ്യത ഉണ്ട്. അത് കൂടുതൽ സമയം പൈപ്പ് ഇതിനുള്ളിൽ മെഷീനുള്ളിൽ വെച്ച് കഴിഞ്ഞാലും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് സമയം നമ്മളിത് കീപ്പ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ കാണുന്ന ഫിറ്റിങ്സുകളൊക്കെ നമ്മൾ പ്ലംബിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഫിറ്റിങ്സുകളാണ്. ഒരുപാട് ഫിറ്റിങ്സുകൾ ഇതിൽ നിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഫിറ്റിങ്സുകളാണ് ഇനിയും ചെയ്യാനുണ്ട്. അപ്പം ഇത്രയും ഫിറ്റിങ്സുകളൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ 2 ഫിറ്റിങ്സ് നമ്മൾ ഒട്ടിക്കുന്ന ഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾ. ഇത് നമുക്ക് ഈ ഒരു ആംഗിളിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇതിൻ്റെ പൊസിഷൻ കണ്ടാൽ മനസ്സിലാവും. ഈ സ്ട്രെയിറ്റ് ലൈനൊന്നും കറക്റ്റായിട്ടല്ല അവിടെ പൊസിഷൻ വന്നിട്ടുള്ളത്. അങ്ങനെ വരുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായി വെച്ചതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്തിടുക. കാണുന്നുണ്ടോ? ഈ ഒരു വീഡിയോയിൽ കണ്ട ഈ ഒരു മാർക്കിങ് പോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഒട്ടിക്കാൻ പറ്റും. ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഈ ലെവലിലാക്കി കഴിഞ്ഞിട്ട് ഒട്ടിച്ചിട്ട് ഈ ഒരു വരക്ക് കറക്റ്റാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ആംഗിൾ മാറ്റമുള്ള സ്ഥലങ്ങളിലെ ഫിറ്റിങ്സുകളൊക്കെ നമുക്ക് ഒട്ടിച്ച് വളരെ സിമ്പിളായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ആ ഒരു പീസ് നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം. ഇതിലൊരു പീസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കണക്ട് ചെയ്യുന്നൊന്ന് കണ്ടോക്കാം. ഈ ലൈന് നമ്മൾ കറക്റ്റാക്കി റെഡി ആയില്ല. ഇതിപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് വെക്കേണ്ടത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും. ഈ ലൈന് നമ്മൾ നോക്കിയിട്ട് അതിന് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ മാർക്കിങ് ചെയ്യൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പ്ലംബിങ്ങിൽ. കാരണം PVC പ്ലംബിങ്ങിൻ്റെ പോലെ അല്ല ഇത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇത് ചെയ്യണം. മാർക്കിങ്ങും കാര്യങ്ങളും അളവും കാര്യങ്ങളൊക്കെ അത്രയും പെർഫെക്റ്റായ രീതിയിൽ ചെയ്തെടുത്താൽ നമുക്ക് ഇതുപോലത്തെ വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ബാത്റൂമിൻ്റെ വർക്ക് നമ്മൾ മുഴുവനായിട്ട് പൈപ്പ് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് ഓപ്പൺ ഡ്രസ്സിൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ജോയിൻറ്റുകളും നല്ല ഉഷാറായിട്ട് ഒട്ടിച്ചു. നമ്മൾ പുറത്ത് വെച്ചിട്ട് ചെയ്തു. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തേക്ക് കയറ്റി കൊടുക്കാനുണ്ട്. PPRC പൈപ്പ് ആയതുകൊണ്ട് നമുക്ക് പുറത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഉള്ളിലേക്ക് എടുത്ത് വെക്കാൻ പറ്റും. പൈപ്പ് പൊട്ടില്ല. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മുടെ ഹെൽത്ത് ബോക്സിന് ഇട്ട പോയിൻ്റാണ് ബാത്റൂമിനുള്ളിൽ. അതുപോലെ തന്നെ ഇത് ഫ്ലഷ് ടാങ്കിന് വേണ്ടിയിട്ട് താഴ്ത്തിയത്. ഇത് പുറത്തോട്ട് നമ്മൾ ഇൻലെറ്റ് എടുക്കാനുള്ള ഭാഗമാണിത്. ഇങ്ങനെ വന്നിട്ട് നമ്മൾ ബേസിൻ്റെ പാർട്ടാണ് ഈ നിൽക്കുന്നത്. ബേസിന് ഇവിടെ വേസ്റ്റ് വെള്ളം ഇറങ്ങുന്ന ഭാഗത്ത് കൺസിഡറാക്കിയതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് പുറത്തോട്ടുള്ളൊരു വാട്ടർ ലൈന്, അതുപോലെ ടാപ്പ്, ഷവർ. അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് ബാത്റൂമിൻ്റെ ഉള്ളിലോട്ട് നമ്മളിത് കൊണ്ടുപോയി വെക്കുന്ന പരിപാടിയാണ് ഇത് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിനെ ശ്രദ്ധിച്ച് കാണാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പ്ലംബിങ് തീർക്കാൻ പറ്റും. നമുക്കിത് ബാത്റൂമിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി വെക്കുന്നത് എങ്ങനെ നോക്കാം. ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കേട്ടോ, നമ്മൾ ഭംഗിയായിട്ട് ഇത് ബാത്റൂമിനുള്ളിൽ കൺസീൽഡ് ആക്കിയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് ചെയ്ത ഭാഗങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. പുറത്തെ ലൈൻ, അതുപോലെ തന്നെ ടാപ്പ്, ഷവർ കാര്യങ്ങളൊക്കെ നമ്മൾ
അളവെടുത്തതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ബാത്റൂമിൻ്റെ ഈ പൈപ്പ് ലൈൻ നമ്മൾ ലീക്ക് ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. അതായത് പ്രഷർ അടിച്ചിട്ട് നമ്മൾ എല്ലാ ജോയിൻറ്റും ഓക്കെ അല്ല എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് തേച്ച് പ്ലാസ്റ്റർ ഇതിന് ടൈൽസിന് വേണ്ടിയിട്ട് നമ്മളിത് വിട്ടുകൊടുക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇത് വിട്ടുകൊടുക്കരുത്. ഒരുപാട് ജോയിൻറ്റുകളൊക്കെ ഉണ്ട്. ആ ജോയിൻറ്റുകളുള്ള ഭാഗം ലീക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ടൈൽസിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. അതായത് ഷവറിൻ്റെ ഏരിയ അതുപോലെ തന്നെ ഈ ജോയിൻറ്റുള്ള ഭാഗങ്ങളൊക്കെ ലീക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ആ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രഷർ അടിച്ച് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പ്ലംബിങ്ങിന് ടൈൽസിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് നമ്മളിത് വിട്ടുകൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ പ്രഷർ അടിക്കേണ്ട ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിലല്ല, അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പ്രഷർ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത്, പ്രഷർ അടിച്ച് എങ്ങനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ. നമുക്ക് ഇത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയത് ഇതിലെടുത്ത മെഷർമെൻറ്റുകളും അതുപോലെ തന്നെ കട്ടിങ്ങും ഒക്കെ പൈപ്പ് കട്ട് ചെയ്തൊക്കെ കറക്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു അളവിൽ ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇത്രത്തോളം നന്നായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കാം. അപ്പം മെഷർമെൻ്റ് എടുക്കലും പൈപ്പ് കട്ട് ചെയ്യലും ജോയിൻ ചെയ്യുന്നതൊക്കെ ഇതിൽ PPR പ്ലംബിങ്ങിൽ എല്ലാ ഭാഗങ്ങളും വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ശ്രദ്ധ ചെറുതായിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പൈപ്പും ഫിറ്റിങ്സൊക്കെ വേസ്റ്റ് ആവും. സാധാരണ PVC പൈപ്പുകളെ പോലെ അല്ല, PPRC പൈപ്പ് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലുണ്ടാവണം. കാരണം വേസ്റ്റായി കഴിഞ്ഞാൽ പാർട്ടിക്ക് അത്രയും നഷ്ടമാണ്, അതല്ലെങ്കിൽ നമുക്ക് അത്രയും നഷ്ടമാണ്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം. ഈ വീഡിയോ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് അറിയുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട. PPR പ്ലംബിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു ഇൻഫർമേഷൻ ആവും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോ അതല്ലെങ്കിൽ നിങ്ങളോ ആരെങ്കിലുമൊക്കെ പ്ലംബർമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. PPRൻ്റെ പ്ലംബിങ് എല്ലാവരും അത്ര എക്സ്പേർട്ട് അല്ല. കാരണം എല്ലാ ആളുകളും PPRCയുടെ പ്ലംബിങ് അങ്ങനെ എടുക്കാറില്ല. അത്രയും പെർഫെക്റ്റ് ആളുകൾ മാത്രമേ PPRCയുടെ പ്ലംബിങ് ചെയ്യാറുള്ളൂ. കാരണം അത് ചെയ്യുന്ന സമയത്ത് ടൂൾസും അതുപോലെ തന്നെ ഇത് വർക്ക് കിട്ടാനും പ്രയാസമാണ്. കാരണം എല്ലാവരും ഇതുപോലെ PPRC ഉപയോഗിച്ചിട്ട് പ്ലംബിങ് ചെയ്യാറില്ല എന്നുള്ളത് കൂടി അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. കാരണം അങ്ങനത്തെ വർക്കുകളൊക്കെ അപൂർവമായിട്ടാണ് പലർക്കും കിട്ടുകയുള്ളൂ. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ അധികം ആളുകൾ ഇങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് വൃത്തിയോടുകൂടി വർക്ക് ചെയ്യുക. നല്ലൊരു ദിവസം നേരുന്നു. ഗുഡ് ബൈ. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രക്ഷിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.